കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് തെന്നിന്ത്യയിലെ പവർ കപ്പിളായ സൂര്യയും ജ്യോതികയും ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതിന്റെ വീഡിയോയും ചിത്രങ്ങളുമായിരുന്നു. വളരെ ലളിതമായ വേഷത്തിൽ താരപ്രൗഢിയൊന്നും ഇല്ലാതെയാണ് രണ്ടുപേരും വന്നത് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലുള്ള സാരിയിൽ സിമ്പിൾ ലുക്കിലാണ് ജ്യോതിക എത്തിയത്. മുണ്ടും കസവും മേൽമുണ്ടുമായിരുന്നു സൂര്യയുടെ വേഷം. കങ്കുവ സിനിമയുടെ പരാജയത്തിന് ശേഷം ഇരുവരും ആദ്യമായി ഒരു പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമാണ്. അടുത്തിടെയായിരുന്നു സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമ കങ്കുവ റിലീസ് ചെയ്തത്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം തന്നെ സൂര്യ സജീവമായിരുന്നു. വൻ പ്രതീക്ഷ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്നുവെങ്കിലും നിരാശയായിരുന്നു തിയേറ്ററിൽ എത്തിയ പ്രേക്ഷകർക്ക് ലഭിച്ചത്. സിനിമ വൻ പരാജയമായി മാറി. മാത്രമല്ല എല്ലായിടത്തും ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കങ്കുവ ഇപ്പോൾ. വലിയ വിമർശനമാണ് ആരാധകരിൽ നിന്ന് കങ്കുവ ഏറ്റുവാങ്ങിയത്. 300 കോടിയോളം ബജറ്റിൽ ഒരുക്കിയ സിനിമയ്ക്ക് പകുതി തുക പോലും നേടാനായില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഭർത്താവ് സൂര്യയ്ക്കൊപ്പം ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ജ്യോതികയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ലഭിക്കുന്നത്. അതിന് കാരണം ക്ഷേത്രങ്ങളെക്കുറിച്ച് മുമ്പ് ജ്യോതിക നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനകളാണ്. തഞ്ചാവൂരിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിന് പകരം സ്കൂളുകളും ആശുപത്രികളും സംരക്ഷിക്കണമെന്ന് ജ്യോതിക പ്രസംഗിച്ചത് വിവാദമായിരുന്നു. ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങൾ പോലെ സംരക്ഷിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടിലാണ്. ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് മാത്രമല്ല നല്ല സ്കൂളുകൾ കെട്ടിപ്പടുക്കാനും ആശുപത്രികൾ നന്നാക്കാനും പങ്കുചേരണമെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് ജ്യോതിക പ്രസംഗിച്ചത്. നടിയുടെ പഴയ പ്രസംഗത്തിലെ വാക്കുകൾ വീണ്ടും കൊണ്ടുവന്ന ഒരു വിഭാഗം ആളുകൾ ജ്യോതികയെ വിമർശിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ജ്യോതിക എന്തിനാണ് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോയി പ്രഹസനം നടത്തിയെന്നാണ് ഒരാൾ ചോദിച്ചത്. ജ്യോതികയുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ട് തരത്തിലാണെന്ന് മറ്റു ചിലർ. ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നു എന്നായിരുന്നു മറ്റൊരു കമന്റ്. ജ്യോതിക ഒരു വ്യക്തിത്വമില്ലാത്തയാളാണെന്ന് മനസ്സിലായി എന്നിങ്ങനെയെല്ലാം കമന്റുകൾ നിറയുന്നുണ്ട്. കങ്കുവ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ ആദ്യം എതിർത്ത് സംസാരിച്ചതും കങ്കുവയെ പ്രശംസിച്ചും എത്തിയ ഒരാൾ ജ്യോതികയായിരുന്നു. അന്നും ജ്യോതികയ്ക്ക് സൂര്യ ആരാധകരിൽ നിന്നടക്കം വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. കങ്കുവ ഒരു സമാനതകളില്ലാത്ത സിനിമാറ്റിക് അനുഭവമാണെന്നാണ് ചിത്രത്തിന്റെ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് ജ്യോതിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. താൻ സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല, ജ്യോതിക എന്ന സ്ത്രീയും ഒരു സിനിമാ പ്രേമി എന്ന നിലയിലുമാണ് ഇതെഴുതുന്നത് എന്ന് തുടങ്ങുന്ന കുറിപ്പ് ഇൻസ്റ്റഗ്രാമിലാണ് താരം കങ്കുവയെ സിനിമയെ പ്രശംസിച്ചത്. സിനിമയെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും സൂര്യ കാണിക്കുന്ന ധൈര്യത്തെ ജ്യോതിക അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കങ്കുവയെ പ്രശംസിച്ച് ജ്യോതിക എത്തിയപ്പോൾ ഗായിക സുചിത്ര അടക്കമുള്ളവർ ജ്യോതികയെ വിമർശിച്ചിരുന്നു. കങ്കുവ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ആഘാതത്തിലാണ് നടൻ സൂര്യയും. സുരുത്തി ശിവയാണ് കങ്കുവ സംവിധാനം ചെയ്തത്. ആഗോളവ്യാപകമായി 38 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രം 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറഞ്ഞത്.